ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രിയ സ്നേഹമുള്ള സഹോദരങ്ങളെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം, തന്റെ ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. സഹോദരങ്ങളെ, ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ രാജാവ് അത്യധികം സന്തോഷത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് കൽപ്പിക്കുന്നതായി നമ്മൾ ഈ വചനത്തിൽ കാണുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് തിരിച്ചറിയുന്നു, ദാനിയേലിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യബുദ്ധിയിൽ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അത്ഭുതകരമായ ഇടപെടലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. കാരണം വിശന്ന് വലഞ്ഞ സിംഹങ്ങളുടെ കുഴിയിലേക്കാണ് ദാനിയേൽ പ്രവാചകനെ ഇത് അയക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദാനിയേൽ നീതിമാനായിരുന്നു, ദൈവത്താൽ പ്രത്യേകമായി അനുഗ്രഹീതനായിരുന്നു, ദൈവിക ശക്തിയാൽ നിറയപ്പെട്ട ജീവിതത്തിന്റെ ഒരു ഉടമയായിരുന്നു ദാനിയേൽ. അതുകൊണ്ട് തന്നെയല്ലേ വിശന്ന് വലഞ്ഞിരുന്ന സിംഹത്തിന് ദാനിയേലിനെ തൊടാൻ പറ്റിയില്ല. ദാനിയേലിന്റെ മുമ്പിൽ വളരെ നിശബ്ദമായി നിൽക്കുന്ന സിംഹങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദാനിയേൽ പ്രവാചകന്റെ ഈ പുസ്തകത്തിന്റെ ഈ അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നാം ഓരോരുത്തരും ദാനിയേലിനെ പോലെ ദൈവത്താൽ അഭിഷിക്തരാകണം, ദൈവത്തിന്റെ കൃപയാൽ നിറയണം. ദൈവശക്തി നിന്നിൽ നിറയുമ്പോൾ ഒരു തിന്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റില്ല, ഒരു അന്ധകാരത്തിന് നിന്നെ തൊടാൻ പറ്റില്ല, ഒരു പാപത്തിന് നിന്റെ മേൽ ഭരണം നടത്താൻ, ആധിപത്യം പുലർത്താൻ സാധിക്കില്ല. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു വിളിയാണ് കർത്താവ് നമുക്ക് തരിക. ഈ ഒരു ജീവിതത്തിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. സർവശക്തനായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിലേക്ക് വളരെ പ്രത്യേകം ദൈവമേ ഓരോ മകനെയും മകളെയും സമർപ്പിക്കാം. ദൈവത്തെ വിട്ട് യാത്ര ചെയ്യുന്നവര്, ദൈവത്തെ മറന്ന് യാത്ര ചെയ്യുന്നവര്, കരുണ കാണിക്കണമേ കർത്താവേ. ഈ ലോകവും ഈ ലോകത്തിന്റെ സ്വാധീനങ്ങളും പൈശാചികമായ ആധിപത്യങ്ങളിൽ പെട്ടുകഴിയുന്ന ഓരോ മകനെ മകളെ നിന്റെ അത്ഭുതകരമായ ശക്തിയാൽ വിഡൂപിക്കപ്പെടട്ടെ, വിമോചിപ്പിക്കപ്പെടട്ടെ, നിന്റെ അത്ഭുത ശക്തിയാൽ രൂപാന്തരപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവിനെ ക്രൂശിലെ ജയാളിയേ സ്തുതിച്ചിടാം, യേശുവിനെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുമേൽ അവിടുത്തെ അത്ഭുത കരം നീട്ടണമേ. ഓരോ ദമ്പതികളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന അനേകം പ്രിയപ്പെട്ട മക്കളുണ്ട്, ദമ്പതികളുണ്ട്. ദൈവമേ, ഇപ്പോൾ 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 തന്നെ ദിവ്യകാരുണ്യമേ അത്ഭുത ശക്തി ഒരുക്കണമേ, കണ്ണുനീര് തുടയ്ക്കണമേ കർത്താവേ. ശക്തി നിറയ്ക്കണമേ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ, സമാധാനത്താൽ നിറയ്ക്കണമേ, സന്തോഷത്താൽ നിറയ്ക്കണമേ.